Assalamu alaikum friends. Once again, welcome back to Hasna's Henna Hut. ഇന്ന് നമുക്കൊരു ബോട്ടിൽ ആർട്ട് കാണാം. അപ്പോൾ ഞാനിത് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഫാബ്രിക് ക്യാരി ബാഗ്, അതായത് തുണിസഞ്ചി ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ആദ്യം ഞാൻ ഈ സഞ്ചിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്യാണ്. ഒന്നിക്കിൽ ഈ രണ്ട് സൈഡ് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ താഴത്തെ ആ ഒരു പോർഷൻ കട്ട് ചെയ്താൽ നമുക്ക് ഈ ബാഗ് ഒന്ന് ഓപ്പൺ ചെയ്ത് കിട്ടും. അപ്പോൾ നമുക്ക് ഇതുപോലെ സഞ്ചി ഓപ്പൺ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ രണ്ട് സൈഡും ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ്, അത് നമുക്ക് ആവശ്യമില്ല. ഇനി സഞ്ചി ഒന്ന് ഇതുപോലെ ചെറുതായിട്ട് ഫോൾഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആ ഫോൾഡ് ചെയ്ത അത്രയും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ സെയിം അളവിൽ ബാക്കിയുള്ള പോർഷനും കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സഞ്ചിയിൽ നിന്ന് 4-5 പീസസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ വൈറ്റ് സഞ്ചിയും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ പീസസ് ആക്കി എടുക്കണം. ഇതാ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് പീസാക്കി എടുക്കേണ്ടത്. ഈ പീസാക്കി വെച്ചതിനെ പിന്നെയും ഒരു ഹാഫ് ആക്കിയിട്ട് മാറ്റിയിട്ടാണ് നമ്മൾ പൂവ് ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ദാ അതിൻ്റെ ഹാഫാണിത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഫസ്റ്റ്. എന്നിട്ട് സിസർ യൂസ് ചെയ്തിട്ട് ചെറിയ ചെറിയ കട്ടുകൾ നമുക്ക് കൊടുക്കണം. ഈ ഒരു പീസിൻ്റെ അവസാനം വരെ ഇതുപോലെ ചെറിയ ചെറിയ കട്ടുകൾ നമ്മൾ കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഒരു എൻഡിൽ നിന്ന് നമുക്കിതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക ലാസ്റ്റ് വരെ. എന്നിട്ട് ഇതിൻ്റെ എൻഡ് പോർഷൻ ഒരു ഗ്ലൂ ഗണ്ണോ ഒരു ഫെവിക്കോളോ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് ബാക്കിയുള്ള പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ പൂവ് ഉണ്ടാക്കിയതിന് ശേഷം ഇതുപോലെ ബാക്കിൽ കുറച്ച് വലിയ പീസ് വരികയാണെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ വൈറ്റ് കൊണ്ട് കുറച്ച് പൂക്കൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പിങ്ക് ക്യാരി ബാഗ് കൊണ്ട് ബാക്കിയുള്ള പൂക്കളും കൂടി ഉണ്ടാക്കിയെടുക്കുക ഇതുപോലെ തന്നെ. അപ്പോൾ ഇതുപോലെ പിങ്കും വൈറ്റും കോമ്പിനേഷനിൽ നമ്മൾ പൂക്കൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടിൽ ആർട്ട് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇതാണ് നമ്മളെടുത്തിരിക്കുന്ന കുപ്പി. ഇതിൻ്റെ മേലെയാണ് നമ്മൾ ഈ ഫ്ലവർ സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേണിൽ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ആദ്യം 2 വൈറ്റ് വെച്ചു, പിന്നെ ഒരു പിങ്ക്, അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഒരു ക്രോസ് മോഡലിലാണ് വെച്ചിട്ടുള്ളത്. ഞാൻ ഈ ഒരു ബോട്ടിലിന് ബേസ് കളർ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല, പ്ലെയിൻ ബോട്ടിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പ്ലാസ്റ്റിക് നിരോധിച്ച കാരണം എല്ലാവരുടെ വീട്ടിലും ഈ ഒരു തുണിസഞ്ചി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്നെ കമൻറ്റ് ബോക്സിലൂടെ തീർച്ചയായിട്ടും അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലീസ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.